Dear students, welcome back to Riju and PSK online classes, and we are discussing the chapter Mechanical Properties of Salts. കഴിഞ്ഞ രണ്ട് സെഷനുകളായിട്ട് നമ്മൾ യങ്സ് മോഡുലസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നും നമ്മൾ ചെറുതായിട്ട് ഒരു ടോപ്പിക് യങ്സ് മോഡുലസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. The topic is thermal strain and thermal stress. As you know, when an object is heated, നമുക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, 11th ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. When an object is heated, ഒരു ഒബ്ജക്റ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ the length of the rod increases. അതൊരു ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും, ഷീറ്റ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന ഒരു തെർമൽ എക്സ്പാൻഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. വെൻ എ റോഡ് ഈസ് ഹെൽഡ് ടൈറ്റ് ഇൻ ബിറ്റ്വീൻ ടു റിജിഡ് വാൾസ്, വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ റോഡിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും? കൂടുന്ന സമയത്ത് ഇവിടെ ഒരു ഫോഴ്സ് വരും, ഇവിടെ ഒരു സ്ട്രെസ് വരും, ഇവിടെ ഒരു കറസ്പോണ്ടിങ് സ്ട്രെയിൻ വരും. നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ദാറ്റ്സ് വൈ ഫസ്റ്റ് പോയിന്റ്, വെൻ എൻ ഓബ്ജക്റ്റ് ഈസ് ഹീറ്റഡ്, ഓക്കെ, കൺസിഡർ റോഡ് ഓഫ് ലെങ്ത് L, ഇറ്റ് ഈസ് ഹീറ്റഡ് ത്രൂ എ ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ഡെൽറ്റ T, and then the increase in length, ഞാൻ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ലെങ്ത് കൂടുമെന്ന് പറഞ്ഞു. The increase in length delta T is given by proportionality relation ആണ്. Delta L, the change in length, is proportional to initial length L as well as the temperature difference delta T. മക്കളെ, ചെറിയ റോഡാണെങ്കിൽ അതിൽ കുറച്ച് മാത്രമേ ലെങ്ത് ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, therefore വലിയ റോഡാണെങ്കിൽ കൂടുതൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. therefore I can say that delta L is proportional to L. Similarly, കുറച്ച് ടെമ്പറേച്ചർ കൂട്ടിയാൽ കുറച്ച് ലെങ്ത് കൂടും. Listen, if the temperature is increased for a larger amount, change in length will be also in larger extent. Okay, now therefore delta L is directly proportional to delta T. നമ്മൾ 11th ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലാണ് പഠിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ആവശ്യമുള്ളത് കൊണ്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് നോൺ ആസ് ലീനിയർ എക്സ്പാൻഷൻ. Length of a road is increasing, and listen, here I am introducing a constant. That constant delta L is equal to a constant into L delta T. That constant is marked as alpha, known as coefficient of linear expansion. Here I am writing what is alpha. It is the coefficient of linear expansion. Okay, no, its unit is, listen, ഇവിടെ മീറ്ററാണ്, ഇവിടെ മീറ്ററാണ്, ഇവിടെ കെൽവിനാണ്. therefore unit of coefficient of linear expansion is Kelvin raised to -1 or degrees Celsius raised to -1. Okay, now okay, fine, where alpha is known as temperature coefficient of linear expansion. Okay, now, and listen, ഇവിടുന്ന് ഇതാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കടമെടുത്ത ഒരു ചെറിയൊരു കോൺസെപ്റ്റ്, തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ചൂട് കൂടുമ്പോൾ ഓബ്ജക്റ്റിൻ്റെ റോഡിൻ്റെ ലെങ്ത് കൂടുന്നുള്ള കോൺസെപ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഫ്രം ദിസ് റിലേഷൻ, what is the equation for linear strain? I already told you, linear strain is the ratio of change in length to the original length. This is the change in length, this is the original length. Okay, what is delta L by L? Delta L by L is equal to alpha into delta T. This is the case, this is the equation for the linear strain, that is known as thermal strain during the heating of a road heat ആക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ലീനിയർ സ്ട്രെയിൻ്റെ ഇക്വേഷൻ ആണ്. അതിന് വിളിക്കുന്ന പേര് തെർമൽ സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ L by L is equal to alpha delta T. L ഇങ്ങോട്ട് വന്നു അല്ലേ, ബാക്കിയുള്ളത് ആരാ? ആൽഫ ഡെൽറ്റ T. ഓക്കെ, നമുക്ക് കറസ്പോണ്ടിങ് സ്ട്രെസ് കാണാൻ വേണ്ടി ഇപ്പോൾ എങ്ങനെ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ എന്താ നമുക്കറിയാം. ഫ്രം ഹുക്സ് ലോ, ഫോർ സ്മോൾ ഡിഫോർമേഷൻ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ to strain, or stress is equal to a constant. In the case of the change in length, the constant of proportionality or the modulus of elasticity is known as Young's modulus. Therefore stress is equal to y into strain. Okay, now you already got the strain. How do you find the stress? Stress is equal to y into strain, delta L by L. Okay, now substituting for delta L by L from the previous equation, therefore you are getting y alpha delta T. This is the equation for the thermal stress. Okay, now നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു ആ റോഡ് ടൈറ്റായിട്ട് രണ്ട് റിജിഡ് വാൾസിനടുത്ത് വെച്ചിരിക്കുക, അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ്.
അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കാണാൻ. എന്താ മക്കളെ, സ്ട്രെസ് എന്നെങ്ങനെയാണ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? വാട്ട്സ് എ ബേസിക് ഡെഫിനിഷൻ ഓഫ് സ്ട്രെസ്? സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് ദി റിസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, ഫോഴ്സ് ബൈ ഏരിയ. ടു ഗെറ്റ് ദ corresponding force, you just multiply the stress with area of cross section. Therefore, next point is the force required to stop this thermal expansion. ഈ thermal expansion നിർത്തുവാൻ, സ്റ്റോപ്പ് ചെയ്യാൻ, ഒപ്പോസ് ചെയ്യാൻ എത്രത്തോളമാണ് അവിടെ കൊടുക്കുന്ന ഫോഴ്സ്, അത്രത്തോളം ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഫോഴ്സ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുന്നത് thermal stress into area of cross section ആണ്. What's the equation for thermal stress? Y alpha delta T, Y alpha delta T into area. Therefore, this is the equation for the force required to stop the thermal expansion. Now go thermal. From the basic concept of thermal expansion, we know that delta L is proportional to L delta T, or delta L is equal to alpha delta T. ഇയാൾ പുതിയതാ. What is alpha? Alpha is coefficient of thermal expansion, linear expansion എന്നൊക്കെ വിളിക്കും. നോക്കൂ, ഇതുപോലെ ഏരിയ കൂടുമ്പോൾ ബീറ്റ എന്ന് ഉപയോഗിക്കട്ടെ. വേറെന്താ അറിയോ? കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. വോളിയം കൂടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ഗാമ എന്ന, ആൽഫ ബീറ്റ ഗാമ. ഗാമയെ വിളിക്കുന്ന പേര് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. എല്ലാത്തിൻ്റെ യൂണിറ്റ് കെൽവിൻ റേസ്റ്റ് -1 തന്നെയാണ് കേട്ടോ. Listen, and corresponding strain kondu, that is delta L by L is equal to alpha delta T, and corresponding stress is equal to strain into Young's modulus. Therefore, you are getting Y alpha delta T. To get the corresponding force, you want to multiply with the area of cross section. Therefore, last equation is YA alpha delta T. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ സൂചന നൽകിയിരുന്നു. രണ്ട് റിജിഡ് വാൾസിനിടക്ക് ഒരു ടൈറ്റായിട്ട് ഒരു റോപ്പ് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അവിടെ ലെങ്ത് കൂടിയ റോപ്പ് ലൂസാവും. ദാറ്റ്സ് ഇറ്റ്. ബട്ട് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ, വെൻ ദ ടെമ്പറേച്ചർ ഡിക്രീസ്ഡ് ബൈ ഡെൽറ്റ ടി, വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് മക്കളെ ഡെൽറ്റ ടി ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലെങ്ത് കുറയും. ഓൾറെഡി റോപ്പാണ്, കയറാണ് അല്ലേ, ടൈറ്റാക്കി വെച്ചിരിക്കുക. ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിൻ്റെ ലെങ്ത് വീണ്ടും കുറയും. അപ്പോൾ ദ ഇൻക്രീസ് ഇൻ ടെൻഷൻ, ആ റോപ്പിൽ സ്ട്രിങ്ങിൽ ടെൻഷൻ കൂടും. The increase in tension is also given by YA alpha delta T. Same method il adana namukku cheyam YA alpha delta T. ഓർക്കുക, the power lines, KSCB, ഇലക്ട്രിസിറ്റി ബോർഡെല്ലാം ഈ പവർ ലൈൻസ് രണ്ട് പോസ്റ്റുകൾക്കിടയിൽ കെട്ടുന്നത് ഒരിക്കലും ടൈറ്റ് ആയിട്ടല്ല, ഇച്ചിരി ലൂസായിട്ട്. എന്താ ലൂസായി കെട്ടുന്നത്? തെർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട കഥയാണ്. അതായത് സമ്മർ സീസണിൽ ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. ദ തിങ് ഈസ് ദാറ്റ് ടെമ്പറേച്ചർ കൂടും, ഒന്നും കൂടെ ലെങ്ത്ത് കൂടും, റോപ്പിൻ്റെ ലെങ്ത്ത് ഒന്നിന് കൂടും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, എന്നാൽ ഇവർ ടൈറ്റായിട്ട് കെട്ടിയിരുന്നുവെങ്കിൽ, if they are taught the power lines in a tight mode, ടൈറ്റായിട്ട് കെട്ടിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഡ്യൂറിങ് ദ വിൻ്റർ സീസൺ, തണുപ്പ് കാലത്ത്, വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ്, ടെമ്പറേച്ചർ കുറയുമ്പോൾ ലെങ്ത്ത് കുറയും. ലെങ്ത്ത് കുറയും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പവർ ലൈൻസിലെ ടെൻഷൻ കൂടും. That increase in tension may leads to the collapse of the electric poles പൊട്ടാൻ വരെ കാരണമാവും. അതുകൊണ്ട് അവരൊരിക്കലും ടൈറ്റായിട്ട് വലിച്ചു കെട്ടത്തില്ല. ഇറ്റ് വിൽ ബി വട്ട് ഈസ് ഇൻ എ ലൂസ് മോഡ് അല്ലേ, ഒരു കുറച്ച് ലൂസായിട്ടാണ് അത് കെട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മളതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. വി ലേൺ മച്ച് മോർ കൺസെപ്റ്റ് related to the thermal expansion in your chapter thermal properties of matter. Okay, ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം നമുക്ക് യങ്സ് മോഡുലസ് വെച്ച് ഒരു എക്സ്ട്രാ പോയിന്റ് പറയേണ്ടിയിരിക്കുന്നു. ദാറ്റ്സ് വൈ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ എ വയർ. ഒരു വയറിൻ്റെ മേളിൽ എത്രത്തോളം സ്ട്രെസ് കൊടുക്കുമ്പോൾ എത്രത്തോളം ഇലോങ്ങേറ്റ് ചെയ്യുന്നു, എത്രത്തോളം സ്ട്രെയിൻ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഗ്രാഫാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ നോക്കണേ, നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ എക്സ് ആക്സും വൈ ആക്സും ഇമ്പോർട്ടൻ്റ്. ഒരു ഗ്രാഫ് കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഗ്രാഫിൻ്റെ ഷേപ്പ് അല്ല. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ഹിയർ ഐ എം പ്ലോട്ടിംഗ് സ്ട്രെസ് അലോങ് ദി വൈ ആക്സിസ് ആൻഡ് സ്ട്രെയിൻ അലോങ് ദി എക്സ് ആക്സിസ്. ഓക്കെ, സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫാണ് വരക്കാൻ വേണ്ടി പോകുന്നത്. നോക്കണേ, ലെറ്റ് ബി ദ ഒറിജിൻ, മാർക്കിംഗ് ഇറ്റ് ആസ് O. നോക്കൂ, ഇപ്പോൾ വരക്കാൻ തുടങ്ങുവാണ്. ഫോർ സ്മോൾ ഡിഫോർമേഷൻ, സ്ട്രെയിൻ ചെറിയ സ്ട്രെസ് കൊടുത്തപ്പോൾ കുറച്ചേ വലിഞ്ഞുള്ളൂ, ചെറിയ സ്ട്രെയിനാണ്, കുറച്ച് ഡിഫോർമേഷൻ ഉള്ളൂ. വാട്ട്സ് ഹുക്സ് ലോ? ഫോർ സ്മോൾ ഡിഫോർമേഷൻ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലേ. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഗ്രാഫ് കിട്ടുക? ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ. Only for small deformation, I agree that only for small deformations the stress versus strain graph is a straight line having a slope. Okay, what about the slope?
Wait. Listen, this is the graph and I'm marking this point as A. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അതേ സിമ്പിൾ ഉപയോഗിക്കുകയാണ്. This is marked as point A. And what about the peculiarity of this region OA? നമുക്ക് ചില കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോവുക. Hooke's law valid ആണോ നോക്കുക. Of course it is valid. No, Hooke's law is valid along the region OA. അതുപോലെ അവിടെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടോ ചെക്ക് ചെയ്യുക. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, will it exhibit the property of elasticity? What is elasticity? When the stress is removed, now you have applied this much stress. Okay, stress is directly proportional to strain. No. And what is elasticity? When this deforming force is removed, will it regain its original shape? Okay, it will regain its original shape. Even though you are removing the stress remove ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് ഇതിൽ ഏത് പോയിൻ്റാണ് എ ആണെങ്കിൽ വരെ അത് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യും. അപ്പോൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റും ഇറ്റ് വിൽ എക്സിബിറ്റ് ദി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. യെസ്, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു. അപ്പോൾ OA എന്ന് പറഞ്ഞ റീജിയനെ കുറിച്ച് 2 പോയിന്റാണ് എനിക്ക് നിങ്ങളോട് സ്ട്രെസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് ഇറ്റ് വിൽ ഒബേ ദി ഹുക്സ് ലോ, രണ്ടാമത്തത് ഇറ്റ് എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓർക്കുക, നോട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി എന്നുള്ള ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. സ്ട്രെസ് റിമൂവ് ചെയ്യുമ്പോൾ ദ സ്ട്രെയിൻ ഈസ് ഓൾസോ വെൻ സ്ട്രെസ് റിമൂവ് ചെയ്തു, സ്ട്രെസ് 0 ആവുന്ന സമയത്ത് സ്ട്രെയിനും 0 ആവുന്നു. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ സ്ലോപ്പ്? എപ്പോഴും നമ്മൾ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ y2 - y/x ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താ y കോർഡിനേറ്റ് ആരാ? സ്ട്രെസ്. x കോർഡിനേറ്റ് ആരാ? സ്ട്രെയിൻ. വാട്ട് ഈസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ? Stress is proportional to strain. Stress is equal to Young's modulus into strain or modulus of elasticity into strain. ഇവിടെ നമ്മൾ ലെങ്ത് മാറുന്ന കേസാണ്, വയറിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. Therefore stress by strain is nothing but the Young's modulus. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് Young's modulus കിട്ടും. സാധാരണ ചോദ്യം എൻട്രൻസ് ക്വസ്റ്റ്യനിൽ ഒരു ടൈപ്പാണ്. മക്കൾ നോക്കൂ, this is stress and this is strain or load versus elongation. അങ്ങനെയും പറയാം കേട്ടോ. Listen, 2 ഗ്രാഫ് തന്നു. This is for metal P and this graph for metal Q. Which one is having more ഇലാസ്റ്റിസിറ്റി? ഏതിനാണ് കൂടുതൽ ഇലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുന്നൊരു പാരാമീറ്ററാണ് യങ്സ് മോഡുലസ്. അതിൽ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ എങ്ങനെ യങ്സ് മോഡുലസ് കിട്ടുക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി സ്ലോപ്പ്. P എന്ന് പറഞ്ഞ ഗ്രാഫിന് സ്ലോപ്പ് കൂടുതലാണ്. ഓക്കെ, therefore Young's modulus of P is larger than Young's modulus of Q. ശ്രദ്ധിക്കണം, സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ആണെങ്കിൽ കോർഡിനേറ്റ് മാറിക്കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഇലാസ്റ്റിറ്റി വരും. ആ സമയത്ത് നേരെ തിരിച്ചായിരിക്കും ആൻസർ വരിക എന്നുള്ള കാര്യം മക്കൾക്ക് അറിയാം. ഓക്കെ, ലിസൺ, നമുക്ക് OA എന്ന് പറഞ്ഞ റീജിയനെ കുറിച്ച് പഠിച്ചു. ഇനിയും ഒന്ന് സ്ട്രെസ് കൂട്ടിയിട്ട് എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ഇനി ഞാൻ സ്ട്രെസ് ഒന്ന് കൂട്ടുന്നു. when I am increasing the stress, what happens is that you are supposed to get a graph like this. Okay, marking this point as B. Is the Hooke's law valid along AB? AB il Hooke's law valid ano? In the Hooke's law, stress is proportional to strain alle. Proportional ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയാൽ here it is not at all a straight line. ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഓക്കെ, നമുക്ക് കിട്ടുന്നത് അവിടെ ഇച്ചിരി സ്ലോപ്പ് ഉണ്ട് അല്ലേ, ഒരു സ്ലോപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ y എന്നുള്ളത് കോൺസ്റ്റൻ്റ് അല്ല. സ്ട്രെസ് ഇസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ റീജിയനെ കുറിച്ച് എഴുതുവാണ്. അലോങ് ദ റീജിയൻ AB, Hooke's law is not at all valid. Okay, I am writing here not valid. Hooke's law is not valid. മക്കൾ നോട്ട് എഴുതുന്ന സമയത്ത് ഗ്രാഫ് നല്ല വൃത്തിക്ക് വരക്കണം, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ലിസൺ, ഈ ഭാഗത്ത് ഹുക്സ് ലോ ഇസ് നോട്ട് വാലിഡ്. ബട്ട് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു അറിയോ? ലിസൺ, എത്രത്തോളം സ്ട്രെസ് ആണോ കൊടുത്തത്, വെൻ ഐ എം ഡിക്രീസിങ് ദ സ്ട്രെസ് എടുത്ത് മാറ്റുവാണെങ്കിൽ ഡിഫോമിംഗ് ഫോഴ്സ് മാറ്റുന്ന സമയത്ത് ദ ഡിഫോമേഷൻ ദ സ്ട്രെയിൻ ഈസ് ആൾസോ ബിക്കം 0. സ്ട്രെയിനും 0 ആയിട്ട് മാറുന്നു. അപ്പോൾ സ്ട്രെയിൻ 0 എന്ന് പറഞ്ഞാൽ അവിടെ ഡിഫോർമേഷൻ ഇല്ല, അത് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്തു. ആ പ്രോപ്പർട്ടി വിളിച്ച പേര് ഇലാസ്റ്റിറ്റി. അപ്പോൾ ഈ ഭാഗത്തും ഈ AB എന്ന് പറഞ്ഞ ഭാഗത്തും ഇറ്റ് എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ലീസൺ, ഞാൻ ഇനിയും എന്താണ് സ്ട്രെസ്. അപ്പം നോക്കൂ, ഈ ഭാഗത്ത് നിന്ന് B നിന്ന് തിരിച്ചു വന്നാലും എന്ത് പറ്റും, നമുക്ക് അത് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യും. അത് ഡിഫോർമേഷൻ 0 എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞാൻ ജസ്റ്റ് കളർ ഒന്ന് മാറ്റുന്നു. എന്തുകൊണ്ടാണെന്ന് പറയാവേ. വെൻ ഐ ആം ഇൻക്രീസിങ് ദ സ്ട്രെസ് മച്ച് മോർ, ഇനിയും ഞാൻ സ്ട്രെസ് വാട്ട് ഇറ്റ് ഈസ് കൂട്ടുമ്പോൾ ലിസൺ, ഇറ്റ് വിൽ ഇലോങ്ങേറ്റ്.
ചെറിയ സ്ട്രെസ് കൂട്ടിയാലും റബ്ബർ ബാൻഡൊക്കെ കുറച്ച് വലിച്ചതിന് ശേഷം ഉണ്ടല്ലോ മക്കളെ, അല്ലെങ്കിൽ ഒരു അലൂമിനിയം വയറോ, ലിസൺ, കുറച്ച് സ്ട്രെസ് ഒരു പ്രത്യേക ലിമിറ്റിന് ശേഷം അതിൻ്റെ വാല്യൂസൊക്കെ നമ്മൾ അതിൻ്റെ പേരുകളൊക്കെ പറയാം, ഒരു കുറച്ചും കൂടി നല്ല ലോഡ് കൊടുത്താൽ ഫോർ എ സ്മോൾ ഇൻക്രീസ് ഇൻ സ്ട്രെസ്, നമ്മൾ വലിക്കുന്ന ലോഡ് ഇച്ചിരി കൂട്ടിയാലും ദ ഡിഫോമേഷൻ വിൽ ബി ലാർജർ, നല്ലോണം അത് ഡിഫോം ചെയ്യും. കാരണം കുറച്ച് ഒരു എമൗണ്ടിന് എപ്പോഴും കൂടിക്കഴിഞ്ഞാൽ ഫോർ സ്മോൾ ഡിഫോമേഷൻ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ. ബട്ട് ലിസൺ, ഈ ഒരു ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്ട്രെസ് കൂടിയാലും നല്ലോണം ഡിഫോമേഷൻ ഉണ്ടാവും, സ്ട്രെയിൻ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ നോ, ലിസൺ, അങ്ങനെ കൂടി ഇതാ എനിക്കിതാ ഇങ്ങനെ ഒരു പോയിൻ്റൊക്കെ കിട്ടുന്നു. ഓക്കെ ഫൈൻ, ഒരു ആ റോഡിന് താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഉണ്ട് കേട്ടോ, മാക്സിമം സ്ട്രെസ് ഉണ്ട്. ലിസൺ, ആ മാക്സിമം സ്ട്രെസ്സിന് അവസാനത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിസൺ, അതിനുശേഷം നിങ്ങൾ സ്ട്രെസ് കൂട്ടേണ്ട കാര്യമില്ല. ഈവൻ യു ആർ ഡിക്രീസിങ് ദ സ്ട്രെസ്, ഇതിനുശേഷം നിങ്ങൾ സ്ട്രെസ് കുറച്ച് കഴിഞ്ഞാലും ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഇലോങ്ങേറ്റ്, അത് ഇലോങ്ങേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് ലാസ്റ്റ് വാട്ട് ഹാപ്പൻസ്, ഇറ്റ് വിൽ ബ്രേക്ക്, അല്ലേ, വയർ പൊട്ടും. അതിനെ വിളിക്കുന്ന പോയിൻ്റാണ് ഫ്രാക്ചർ പോയിൻ്റ്, ഓർ ഫ്രജൈൽ പോയിൻ്റ്, റപ്ചർ പോയിൻ്റ് എന്നൊക്കെ വിളിക്കും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പേര് റപ്ചർ പോയിൻ്റ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിൻ്റ്, പൊട്ടുന്ന പോയിൻ്റ്. ഓക്കെ, ഞാൻ എൻ സി ആർ ടിയിലെ സിമ്പിളുകളാണ് ഉപയോഗിക്കുന്നത്. ഇ ഡി, ഓക്കെ, സംഭവം എൽസ് ഹിയർ, ഇവിടെ എന്തൊരു സി വരട്ടെ. ഓക്കെ, എ ബി സി ഡി ഇ. ഓക്കെ ഫൈൻ, മക്കളെ ശ്രദ്ധിക്കടാ, എന്തുകൊണ്ട് ഞാൻ കളർ മാറ്റിയത്? ആ റീജിയനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള റീജിയൻ എന്താണ്, ബി സി ഡി ഇ, ആ റീജിയനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഈസ് ദ ഹുക്സ് ലോ വാലിഡ്? ഹുക്സ് ലോ വാലിഡ് ആണോ? നോട്ട് അറ്റ് ഓൾ. ഇഫ് ദ ഹുക്സ് ലോ ഈസ് വാലിഡ്, നിങ്ങൾക്ക് കിട്ടേണ്ടതൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആയിരുന്നു. സ്ട്രേറ്റ് ലൈൻ അല്ല, കേർവ്, അല്ലേ, സ്ലോപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. ഹിയർ ആൾസോ ദ ഹുക്സ് ലോ ഈസ് നോട്ട് അറ്റ് ഓൾ valid. Another point, will show the property of elasticity? No. അതായത് നിങ്ങളിപ്പോൾ ഈ ബി വരെ നിങ്ങൾ സ്ട്രെസ് നേരത്തെ കൊടുത്തിരുന്നേ, ആ സ്ട്രെസ് റിമൂവ് ചെയ്താലും ഇറ്റ് വിൽ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്, നോട്ട് എ പ്രോബ്ലം. അല്ലെങ്കിൽ ആഫ്റ്റർ ബി നിങ്ങളിതാ ഈ ബി കഴിഞ്ഞാൽ ഏത് പോയിന്റും, ഇപ്പോൾ ഇതാ ഈ സി ഒക്കെ എന്ന് വെച്ചോളൂ കേട്ടോ, സിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ട് ഇതുവരെ സ്ട്രെസ് ഉണ്ട്, അതിനുശേഷം നിങ്ങൾ ആ സ്ട്രെസ് റിമൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ, കണ്ടോ, ഇങ്ങനെ വരുമോ. even though with zero stress, ഒരു സ്ട്രെസ്സും ഇല്ലെങ്കിലും ഇറ്റ് വിൽ നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അവിടെ കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. എന്താ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഡിഫോർമേഷനാണ്. അത് കുറച്ച് വലിഞ്ഞു, പെർമനൻ്റ് ആയിട്ട് അത് വലിഞ്ഞിട്ടുണ്ട്. പെർമനൻറ്റ് സെറ്റ് എന്നൊക്കെ വിളിക്കുന്ന പേരുകൾ, ടെക്നിക്കൽ ടേംസ് പരിചയപ്പെടുത്താം. ഒരു പെർമനൻ്റ് ആയിട്ട് അവിടെ ഒരു ഡിഫോർമേഷൻ ഉണ്ട്. ഓക്കെ ലിസൺ, അപ്പോൾ ഈ ഒ എ ബിയിൽ ഇറ്റ് ഈസ് ഷോയിങ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി ബിക്കോസ് അവിടെ എന്താണ്, listen, OAB it shows the property of elasticity, yellow color. Okay, it shows the property of elasticity. But a red color bhagath, it is not showing the property of elasticity. എന്താ elasticity കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ അതിൻ്റെ ഒരു മീനിങ് എന്താ മക്കൾ ശ്രദ്ധിക്കണേ. ലിസൺ, അവിടെ സ്ട്രെസ് റിമൂവ് ചെയ്താൽ, even though the stress is removed, ഇറ്റ് ഈസ് നോട്ട് റീഗെയിനിങ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. പെർമനൻ്റ് ആയിട്ട് വലിഞ്ഞിരിക്കുന്നു. റബ്ബർ ബാൻഡ് കുറേ നേരം വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ഫോഴ്സ്, നല്ല സ്ട്രെസ് കൊടുത്താൽ അത് പെർമനൻ്റ് ആയിട്ട് ലൂസ് ആവത്തില്ലേ? അത് തന്നെ കഥ. ഓക്കെ, ഇറ്റ് വിൽ ഓക്കർ എ പെർമനൻറ്റ് ഡിഫോമേഷൻ. ഓക്കെ, ആൻഡ് അങ്ങനെ പെർമനൻറ്റ് ഡിഫോമേഷൻ ഉണ്ടായാൽ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്തില്ലല്ലോ. അപ്പോൾ ഇലാസ്റ്റിറ്റി അല്ലല്ലോ. ഇലാസ്റ്റിറ്റി അല്ലെങ്കിൽ മറ്റൊരു വേർഡ് എന്താ? പ്ലാസ്റ്റിസിറ്റി. Therefore റെഡ് കളർ ഭാഗത്തെ ഞാൻ വിളിക്കുന്ന പേര് പ്ലാസ്റ്റിക് റീജിയൻ എന്ന. വേർഡ് OAB, ദിസ് യെല്ലോ കളർ റീജിയൻ ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് റീജിയൻ. BCDE, that region is known as plastic region. Therefore here it is not showing the property of elasticity. മൂന്ന് റീജിയൻ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് മനസ്സിലാക്കണം. Along OA it is obeying both Hooke's law as well as it will exhibit the property of elasticity. Along AB it is not what is obeying Hooke's law because stress is not proportional to strain, but it is exhibiting the property of elasticity. And next one from after B, beyond ബിക്ക് ശേഷം വരുന്ന ആ ഒരു കാര്യം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഒബേയിങ് ദ ഹുക്സ് ലോ ആൻഡ് നോട്ട് എക്സിബിറ്റിംഗ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിറ്റി. ആ ഭാഗത്തെ വിളിച്ച പേര് പ്ലാസ്റ്റിക് റീജിയൻ. അപ്പോൾ ഇതാണ് OAB ആണ് ഇലാസ്റ്റിക് റീജിയൻ, BCD ആണ് നമ്മുടെ പ്ലാസ്റ്റിക് റീജിയൻ. മക്കളെ ഇത് ഒരു ജനറൽ ഗ്രാഫ് വരച്ചെന്നുള്ളൂ. ദിസ് ഗ്രാഫ് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽ. ആൻഡ് ചില മെറ്റീരിയൽസിൻ്റെ എല്ലാം ഗ്രാഫ് എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് അഗൈൻ റിപ്പീറ്റിംഗ് സ്ട്രെസ് ആൻഡ് ദിസ് ഈസ് സ്ട്രെയിൻ. മേ ബി
വാട്ട് ഇറ്റ് ഈസ് ഓരോന്നിനും ഒരു സ്കെയിൽ ടേബിൾ എന്ന് പറഞ്ഞൊരു ബുക്കിലുണ്ടായിരിക്കും. ഓരോ മെറ്റീരിയലിൻ്റെ ഗ്രാഫ് ഉണ്ടായിരിക്കും, ഓരോ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചാണ് അതിൻ്റെ യൂസുകളെല്ലാം നമ്മൾ തീരുമാനിക്കുക. ലിസൺ, ഈ ഗ്രാഫിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു റീജിയൻ ഉണ്ട്. ഇവിടെ മിക്കവാറും ഈ ഗ്രാഫിലെല്ലാം ഈ അപ് ടു ഡി പോസിറ്റീവ് സ്ലോപ്പുകളാണുള്ളത്. കണ്ടോ, പോസിറ്റീവ് സ്ലോപ്പുകളാണുള്ളത്. ഓക്കെ, ഈ ഗ്രാഫിൽ നമുക്ക് കാണാം ഒരു പർട്ടിക്കുലർ റീജിയൻ ഹിയർ ആൻഡ് ദിസ് റീജിയൻ ഈസ് ഹാവിങ് എ നെഗറ്റീവ് സ്ലോപ്പ്. അപ്പുറത്തോട്ടുള്ള കഥയില്ല കേട്ടോ. അപ് ടു ABCD നമുക്ക് പോസിറ്റീവ് സ്ലോപ്പാണ്. ഈ ഇതിൻ്റെ ആ ഡി ഒക്കെ മാക്സിമം വാട്ട് ഇറ്റ് ഈസ് താങ്ങാൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുന്ന. സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം സ്ട്രെസ്സ് കുറച്ചാലും ഇയാളിങ്ങനെ വലിഞ്ഞുകൊണ്ടേയിരിക്കും. ഈവൻ വിത്ത് എ ഡിക്രീസ്ഡ് സ്ട്രെസ് ഡിഫോമിങ് ഫോഴ്സ്, ലിസൺ, ദ ഡിഫോമേഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ പറയും അതൊരു ലിക്വിഡിനെ പോലെ ആക്ട് ചെയ്യാന്നൊക്കെ പറയും. ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗ്രാഫിൻ്റെ ഏത് ഭാഗത്താണ് ദ സോളിഡ് ആക്ട് ആസ് എ വിസ്കസ് ലിക്വിഡ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മക്കൾ പറയണം ഒരു ചെറിയ ഈവൻ വിത്ത് എ ഡിക്രീസ്ഡ് സ്ട്രെസ് ദ ഒബ്ജക്റ്റ് ഇല്ലോങ്ങേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ഒന്ന് സൂക്ഷിക്കുക കേട്ടോ, നെഗറ്റീവ് സ്ലോപ്പുള്ള ഭാഗം ഒന്ന് സൂക്ഷിക്കുക. വേർ ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ വിസ്കസ് ലിക്വിഡ്. ഓക്കെ, നമുക്കിതിൻ്റെ ടെക്നിക്കൽ ടേംസ്, ഗ്രാഫിലെ ചില ടെക്നിക്കൽ ടേംസ് പറയാം. മക്കളെ, എന്താ ഹുക്സ് ലോ? സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദർ ഈസ് സം പ്രൊപ്പോർഷണാലിറ്റി. അപ്പോൾ ഏത് ഭാഗം വരെയാണ് ഹുക്സ് ലോ വാലിഡ്? ഹുക്സ് ലോ വാലിഡ് അപ് ടു OA. അപ്പോൾ എനെ വിളിക്കുന്ന പേര് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നാണ് മക്കളെ. അപ് ടു വിച്ച് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഐ എം റൈറ്റിംഗ് ഹിയർ പ്രൊപ്പോർഷണൽ limit. Okay, no. And OA വരെയാണ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ, ഹുക്സ് ലോ വാലിഡ് ഉള്ളൂ. ഇനി ബിയെ വിളിക്കുന്ന പേര്, ബിയുടെ പ്രത്യേകത എന്താ അറിയോ? അതുവരെയാണ് ഇറ്റ് എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി. അതുവരെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പോയിന്റിനെ ബിയെ വിളിക്കുന്ന പേര് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ മറ്റൊരു പേര് ജനറലി എഞ്ചിനീയറിംഗ് ഫീൽഡ് ഉപയോഗിക്കുന്ന പേരാ ഈൽഡ് പോയിന്റ് എന്നാണ് വിളിക്കുക. അപ് ടു ബി വരെയാണ് ഇറ്റ് ഷോസ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി. പേര് പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എ വരെയാണ് ഇറ്റ് ഷോസ് ദ പ്രോപ്പർട്ടി ഓഫ് ഹുക്സ് ലോ, സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ആൻഡ് അപ് ടു ബി ഇറ്റ് ഷോസ് ദ പ്രോപ്പർട്ടി, ബി വരെയാണ് അത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. Therefore I can say that, listen, B is known as elastic limit or another term yield point. ഇനി അതിന് താങ്ങാൻ പറ്റുന്ന വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് അൾട്ടിമേറ്റ് ടെൻസൈൽ. ടെൻസൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാതെ വലിയുന്ന എന്നുള്ള അർത്ഥം അല്ലേ. ഈ കറസ്പോണ്ടിങ് സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാ ദ സ്ട്രെസ് റിലേറ്റഡ് ടു ദ പോയിന്റ് D ഈസ് നോൺ ആസ് മാക്സിമം എന്നർത്ഥം വരുന്ന അൾട്ടിമേറ്റ്, നീളം കൂടുന്ന എന്നർത്ഥം വരുന്ന, ലെങ്ത് ഇലോങ്ങേറ്റ് എന്നർത്ഥം വരുന്ന ടെൻസൈൽ സ്ട്രെസ് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുക. അൾട്ടിമേറ്റ്, ദിസ് പോയിന്റ് കറസ്പോണ്ട് ടു അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് ആൻഡ് ദിസ് പോയിന്റ് ഈസ് നോൺ ആസ്, ഐ ഓൾറെഡി ടോൾഡ് യു, ബ്രേക്കിംഗ് പോയിന്റ് എന്നോ ഫ്രാക്ചർ പോയിന്റ് എന്നോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. റപ്ചർ, പൊട്ടുന്ന പോയിന്റ്, അത്ര ഉള്ള അർത്ഥം ബ്രേക്കിംഗ് പോയിന്റ്. ഓക്കെ, ലീസൺ. സാധാരണ നമ്മൾ ഒരു വയർ വെച്ച് എത്ര ലോഡ് മെഷർ ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ് ടു പ്രൊപ്പോർഷൻ ലിമിറ്റ് വരെ നമ്മൾ തീരുമാനിക്കാറുള്ളൂ. കണ്ടോ, കാരണം ഇതിനപ്പുറം ഒക്കെ പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ബി ഈൽഡ് പോയിന്റിനപ്പുറം പോയി കഴിഞ്ഞാൽ തന്നെ എന്തായി, അത് പെർമനൻറ്റ് സെറ്റായി. എന്താ ആ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മളിതാ ഇതിങ്ങനെ വലിച്ച് ഈ ബിക്ക് മുകളിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ സി വരെ എത്തിയെന്ന് എഴുതിക്കോ കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. സി വരെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നോക്കിക്കോളൂ. ലിസൺ, സി വരെ എത്തി. ഇനി നമ്മൾ സ്ട്രെസ് കുറക്കുമ്പോൾ നമ്മൾ സാധാരണ വന്ന പോലെ ഇപ്പോൾ ബി വരെയാണെങ്കിൽ ഇറ്റ് വിൽ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് എന്ത് ചെയ്യുമായിരുന്നു, റീഗെയിൻ ചെയ്യും. ഈ ഗ്രാഫ് ഇതാ ഇവിടെ ബി വരെയാണെങ്കിൽ നമ്മൾ സ്ട്രെസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇതുവരെ തിരിച്ചു വരുമായിരുന്നു. എന്നുള്ളത് സി എത്തുമ്പോൾ എന്താ സംഭവിക്കുക, ഇറ്റ് ഈസ് നോട്ട് ഷോയിങ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതാ മൂപ്പരിതാ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ വരും. ഓക്കെ നോ, ലിസൺ, ഈ വഴിയിലൂടെ തിരിച്ചു വരിക. ഇവിടെ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ സ്ട്രെയിൻ 0 ആണോ? അല്ല. എന്താ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡിഫോമേഷൻ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അത് 0 അല്ല എന്ന് പറഞ്ഞ അർത്ഥം ചേഞ്ച് ഇൻ ലെങ്ത് അവിടെ ഫൈനൈറ്റാണ്. അത്യാവശ്യം ലെങ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, റബ്ബർ ബാൻഡ് വലിഞ്ഞിട്ടുണ്ട്, സ്പ്രിങ് വലിഞ്ഞിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാ പെർമനൻറ്റ് സെറ്റ്. ഇതാ ഇത്രയും ഉള്ള ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാ പെർമനൻറ്റ് സെറ്റ്. പെർമനൻറ്റ് സെറ്റ്. നോക്കൂ, അത് ഞാൻ കുറച്ച് ഇപ്പുറമാണെങ്കിൽ എന്ത് ചെയ്യും മക്കൾ, ഇതായി നേരത്തെ ഡി എന്നുള്ള പോയിന്റ് ആണെങ്കിൽ അത് ഇതാ ഇപ്പുറത്തോട്ട് വരും.
നമ്മൾ എത്രയാണോ സ്ട്രെസ് അതിനനുസരിച്ച് വരും. അവിടെ എന്ത് പ്രോപ്പർട്ടി കാണിക്കുന്നില്ല? റീഗെയിൻ ചെയ്യുന്നില്ല, ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഷോയിങ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി. അവിടെ കാണിക്കുന്ന ഭാഗം പ്ലാസ്റ്റിക് റീജിയൻ ആണ്. ഈ ഗ്രാഫ് ഞാൻ വരച്ചിട്ടുള്ള ഗ്രാഫാണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കി വരയ്ക്കാം. ഞാൻ ആ ഗ്രാഫ് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫ് ഒന്ന് പരിചയപ്പെടുത്താം. അതിന് മുന്നേ ഈ ടേബിൾ നോക്കിയ മക്കളെ, along OA Hooke's law is valid, elastic property ഉണ്ട്, രണ്ടും പോസിറ്റീവ് ആണ്. along AB Hooke's law is not at all valid but shows a property of elasticity. ഒന്നാണ് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവാ. and along BCD രണ്ടും നെഗറ്റീവാ, not obeying the Hooke's law and not exhibiting the property of elasticity. ഞാനിതൊന്ന് erase ചെയ്യുന്നു. I am showing a graph in your NCERT textbook. Listen and hope it is clear. This is a stress versus strain graph, and along OA this is known as elastic region. OAB is known as elastic region. A വിളിച്ച പേരെന്താ? പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ബി വിളിച്ച പേരെന്താ? ഇലാസ്റ്റിക് ലിമിറ്റ്. അതുവരെയാണ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത്, ഓർ ഈൽഡ് പോയിന്റ്. ആൻഡ് അതാ ഈ OAB ഉള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാ ഇലാസ്റ്റിക് ബിഹേവിയർ, ഇലാസ്റ്റിക് റീജിയൻ. ആ BCDനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് ബിഹേവിയർ. അവർ ഈനെ വിളിച്ച പേര്, ഞാൻ ബ്രേക്കിംഗ് പോയിന്റ് എന്നാണ് വിളിച്ചത്, അവർ വിളിച്ച പേര് ഫ്രാക്ചർ പോയിന്റ് എന്ന് വിളിക്കുന്നു. എന്താ ഈ ഡി വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്. ആ സ്ട്രെസ്സിൻ്റെ പേരെന്ത് ചെയ്യുന്നു? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. നോക്കൂ, ബി കഴിഞ്ഞാൽ ഇലാസ്റ്റിക് അല്ല കേട്ടോ, അവിടെ നമ്മൾ സ്ട്രെസ് റിമൂവ് ചെയ്താലും ലിസൺ ദാദാ ഇറ്റ് വിൽ ഹാവ് എ പെർമനൻറ്റ് സെറ്റ്. ലെസ് ദാൻ 1%, വളരെ ചെറുതേ ഉണ്ടാവുള്ളൂ. എനിവേ ലിസൺ, ഇറ്റ് വിൽ ഹാവ് എ പെർമനൻറ്റ് സെറ്റ്. ഓക്കെ, സോ ഗ്രാഫ് യു ഹവ് ടു കോപ്പി ഡൗൺ ദിസ് തിങ് ഫ്രം യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. മക്കളെ, ഇത് 1%, മാക്സിമം ഒരു 30% ആകുമ്പോൾ തന്നെ സാധാരണ കേസിൽ സ്റ്റീലോ കോപ്പർ വയേഴ്സ് ഓർ അലുമിനിയം വയേഴ്സ് വിൽ ബ്രേക്ക്. പക്ഷെ നമ്മൾ ഫസ്റ്റ് യങ്സ് മോഡുലസിൻ്റെ ഫസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞത് വാട്ട് ഈസ് യങ്സ് മോഡുലസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു എ സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് എന്ന് പറഞ്ഞത് പക്കാ തിയററ്റിക്കൽ മാത്രമാണ്. ലിസൺ, ഡബിൾ ദ ലെങ്ത് അറിയും, വീണ്ടും 100% ആവണം അല്ലേ? ഓൾറെഡി 100 ഉണ്ട്, ട്വൈസ് എന്ന് പറഞ്ഞാൽ 200% ആവണം അല്ലേ? അത്രയൊന്നും ഇൻക്രീസ് സാധാരണ മെറ്റൽ വയേഴ്സിന് പോസിബിൾ അല്ല, എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, ആൻഡ് ഐ എം ജസ്റ്റ് മൂവിങ് ഇൻ ടു അനദർ കോൺസെപ്റ്റ്. I already discussed about the elastic and plastic region. OAB is known as elastic region, where the object regains its original shape after the removal of the deforming force, and this plastic region means അവിടെ തിരിച്ചു വരാത്തൊരു പൊസിഷൻ. എവിടുന്ന? ബി കഴിഞ്ഞുള്ള അപ്പുറത്തുള്ള എല്ലാ പോയിന്റും അല്ലേ ഡിസ്കസ് ചെയ്താണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡക്റ്റിലിറ്റി ആൻഡ് ബ്രിറ്റിൽനെസ്. ഡക്റ്റൈൽ വലിച്ചാൽ വലിയുന്നത്, ബബിൾക്കൊക്കെ പോലെ അല്ലേ? വാട്ട് ഇസ് ബ്രിറ്റിൽ? ബിസ്ക്കറ്റൊക്കെ, ടൈഗർ ബിസ്ക്കറ്റൊക്കെ പോലെ പൊട്ടുന്നത്, പൊടിയുന്നത് അല്ലേ? ഗ്ലാസ്സൊക്കെ പോലെ. ഈ ഒരു പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത് നമ്മുടെ ഗ്രാഫ് NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം, കുറച്ചുകൂടി നല്ലൊരു എക്സ്പ്ലനേഷനും രണ്ടും പറഞ്ഞുതരാം. നമ്മളെ ഗ്രാഫിൽ നമ്മൾ കണ്ടില്ലടാം മക്കളെ, ഇതാണ് ബ്രേക്കിംഗ് പോയിന്റ്, ഇത് ഇങ്ങനെ കിടക്കുന്നു. ഇതാണ് മാക്സ്, ഈ D എന്നുള്ള പോയിന്റും E എന്നുള്ള പോയിന്റും ഉണ്ട്. ഓക്കെ, ലെറ്റ് ബി സി, ദിസ് ബി ബി എന്നിങ്ങനെ വളവ് എടുത്തത് A, അവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ. ദിസ് വിൽ ബി യുവർ ഗ്രാഫ്. ഓക്കെ, നോ സ്ട്രെസ് വേഴ്സസ് ദിസ് ഈസ് എ സ്ട്രെസ്, ദിസ് വാസ് സ്ട്രെയിൻ ഗ്രാഫ്. ആൻഡ് ആസ് പെർ ദി NCERT ടെക്സ്റ്റ് ബുക്ക്, ഇഫ് ദ പോയിന്റ്സ് D and E ആർ വെരി ക്ലോസ്, ഡിയും ഇയും വളരെ തൊട്ടടുത്താണെങ്കിൽ, അതായത് മാക്സിമം സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന, ഇറ്റ് വിൽ ബ്രേക്ക്. ദാറ്റ് ഒബ്ജക്ട്സ് ആർ നോൺ ആസ് ബ്രിറ്റിൽ ഒബ്ജക്ട്സ്. If D and E are very close, that objects are known as brittle objects. If D and E are far apart, കുറേ അത് വലിയാൻ പറ്റും അല്ലേ? അത് യു ക്യാൻ മേക്ക് ഇൻ ടു ത്രെഡ്സ് അല്ലേ? ത്രെഡുകളാക്കാൻ വേണ്ടി പറ്റും. അത്തരം പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാ ഡക്റ്റിലിറ്റി, ഡക്റ്റൈൽ നേച്ചർ എന്ന് പറയും. ഓക്കെ, ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് നമ്മൾ ഈ ഡിയും ഇയും വെച്ചിട്ടല്ല ഡിസ്കസ് ചെയ്യാറ്, ഈ പ്ലാസ്റ്റിക് റീജിയൻ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാറ്. ഓക്കെ, നോ ഏതാ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചല്ലോ, ഇതാ ഇഫ്. കാരണം ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ ഭാഗത്തോട്ട് സാധാരണ പോവാറില്ല എന്നുള്ള കാര്യം പ്രാക്ടിക്കൽ സിറ്റുവേഷൻ മനസ്സിലാക്കും. ബട്ട് NCERT പറഞ്ഞു ഡിയും ഇയും ക്ലോസ് ആണെങ്കിൽ ബ്രിറ്റില, ഡിയും ഇയും ഫാർ അപ്പാർട്ട് ആണെങ്കിൽ അത് ഡക്റ്റില എന്ന് പറഞ്ഞു. ബട്ട് ലിസൺ, ഇൻ ആക്ച്വൽ പ്രാക്ടീസ്, ഇഫ് ദ പ്ലാസ്റ്റിക് റീജിയൻ ഈസ് ബ്രോഡ് ആണെങ്കിൽ അതെന്താ മക്കളെ? ഡക്റ്റൈല. പ്ലാസ്റ്റിക് റീജിയൻ ഈസ് വെരി ഷോർട്ട്, ദാറ്റ് ഒബ്ജക്ട്സ് ആർ നോട്ട് ആസ് ബ്രിറ്റിൽ. അതാണ് യഥാർത്ഥ കോൺസെപ്റ്റിലെ കാര്യം, ഒന്ന് ഓർത്തു പോകുക കേട്ടോ. ആൻഡ് മക്കളെ, നെക്സ്റ്റ് ടേം ഈസ് ഇലാസ്റ്റിക് ഫാറ്റീഗ്. എന്താ ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേണ്ട അർത്ഥം തളർച്ച. ആഫ്റ്റർ ദി റിപ്പീറ്റഡ് സ്ട്രെച്ചിങ് ആൻഡ് ഇലോങ്ങേഷൻ,
കുറേ തവണ ഒരു റബ്ബർ ബാൻഡ് കുറേ വട്ടം വലിയുന്നു ഇടുന്നു സ്ട്രെച്ച് ചെയ്യുന്നു, നമ്മൾ റിലാക്സ് ചെയ്യുന്നു, സ്ട്രെച്ച് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. എന്താ പറ്റുമോ റബ്ബർ ബാൻഡിന്? ലിസൺ, അത് പെർമനൻ്റ് ആയിട്ടൊരു വാട്ട് ഈസ് ലൂസ് ആവില്ല മക്കളെ. ഇറ്റ് വിൽ ലോസ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് ഒറിജിനൽ ഷേപ്പിൽ റീഗെയിൻ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തും. ഇതിന് വിളിക്കുന്ന പേരാ ഇലാസ്റ്റിക് ഫാറ്റിഗ്. ടെക്നിക്കൽ ടേമാണ്. വാട്ട് ഈസ് ഇലാസ്റ്റിക് ഫാറ്റിഗ്? ആഫ്റ്റർ ദി റിപ്പീറ്റഡ് സ്ട്രെച്ചിങ് ആൻഡ് ഇലോങ്ങേഷൻ, മക്കൾ ഡെഫിനിഷൻ എഴുതണേ. ആഫ്റ്റർ റിപ്പീറ്റഡ് സ്ട്രെച്ചിങ് ആൻഡ് റിലാക്സേഷൻ എ വയർ മേ ലോസ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇറ്റ് മേ ഹാവ് എ പെർമനന്റ് ഡിഫോർമേഷൻ ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ഫാറ്റിഗ്. കുറേ തവണ നമ്മൾ ജോലി ചെയ്ത് തളരൂലേ, ദാറ്റ്സ് ഓൾ. Okay, now listen. അപ്പോൾ when a wire is stretched and relaxed repeatedly, it loses the property of elasticity and that is known as elastic fatigue. അടുത്ത ടെക്നിക്കൽ ടേം കാണണേ, ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റ്. വാട്ട് ഈസ് ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റ്? നോക്കൂ, ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റും അതുപോലെ അടുത്ത ടോപ്പിക്കാണ് ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസും. ഈ രണ്ട് ടേമുകൾ നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്രാഫാണ് കാണിക്കുന്നത്. എന്നു വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ്. നമ്മുടെ ഇലാസ്റ്റിക് റീജിയൻ മാത്രമേ, പ്ലാസ്റ്റിക് റീജിയൻ കാണിക്കുന്നില്ല, ഇലാസ്റ്റിക് റീജിയൻ മാത്രമാണ് O, A, B എന്നുള്ള ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. ബിയോണ്ട് B നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ്, ഇലാസ്റ്റിക് നേച്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഒരു ഗ്രാഫ് നോക്കണേ. ഒരു 8 പാസ്കൽ ഞാൻ എന്ത് കൊടുത്തു, സ്ട്രെസ് കൊടുത്തപ്പോൾ ഈ വയർ എന്ത് ചെയ്തു, ഒരു സ്ട്രെയിൻ എത്രയായിരുന്നു, ഒരു 0.1 ഉണ്ടെന്ന് വിചാരിച്ചു, 0.1 ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനത് എന്ത് ചെയ്തു, ഒരു 8 മാറിയതാ ഒരു 12 പാസ്കലായപ്പോൾ ഏകദേശം അതിൻ്റെ ഡിഫോർമേഷൻ വന്നിട്ടുള്ളത് 0.25 വന്നു എന്ന് വിചാരിച്ചോളൂ, 0.25. ഓക്കെ, ലേറ്റർ ഞാനിതാ ഒരു 14 പാസ്കൽ വരെ കൊണ്ടുപോയി, 14 പാസ്കൽ വരെയായി. അതിനപ്പുറം ഞാൻ പോകുന്നില്ല. ഈൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്താതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് 14 പാസ്കലാണ്. അപ്പോൾ ഞാൻ ഇതാ പോയ ഭാഗം മക്കൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് കയറിപ്പോയിട്ടുള്ളത്. 8 പാസ്കൽ കൊടുത്ത 0.1, 12 പാസ്കൽ കൊടുത്തപ്പോൾ 0.25, 14 പാസ്കൽ കൊടുത്തപ്പോൾ മാക്സിമം. ഞാൻ ആ സ്ട്രെസ് ഒന്ന് റിമൂവ് ചെയ്യാൻ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഡിഫോമിങ് സ്ട്രെസ് നമ്മൾ റിമൂവ് ചെയ്യണമല്ലോ. ആ സ്ട്രെസ് റിമൂവ് ചെയ്യുമ്പോൾ നോക്കുന്നു, ആ 12 പാസ്കൽ ആവുമ്പോൾ ലെറ്റ് ദിസ് സ്ട്രെസ് വിൽ ബി 0.3, 30% ആയിരുന്നു വെച്ചോളൂ കേട്ടോ. നോക്കൂ, നമ്മൾ ആ 12 പാസ്കൽ ആവുമ്പോൾ, ഞാൻ കളർ മാറ്റാവേ, 12 പാസ്കൽ ആവുമ്പോൾ ലിസൺ, മോർ ഓർ ലെസ് ഇറ്റ് ഈസ് ഷോയിങ് ദ സെയിം സ്ട്രെസ്. അപ്പോൾ ലോഡ് ചെയ്തപ്പോൾ ഞാൻ 2 വേർഡാണ് ഉപയോഗിക്കുന്നത്. റെഡ് കളർ ലോഡിങ്ങാണ്, ആ യെല്ലോ കളർ വരുന്നത് അൺലോഡിങ്ങാണ്. ആദ്യം സ്ട്രെസ് കൂട്ടുമ്പോഴും രണ്ടാമത്തെ ഭാഗം സ്ട്രെസ് കുറക്കുമ്പോഴാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, സ്ട്രെസ് കൂട്ടുമ്പോൾ 8 പാസ്കൽ കറസ്പോണ്ട് ടു 0.1 സ്ട്രെയിൻ ആൻഡ് 12 പാസ്കൽ കറസ്പോണ്ട് ടു 0.25 സ്ട്രെയിൻ ആൻഡ് 14 പാസ്കൽ കറസ്പോണ്ട് ടു 0.3 സ്ട്രെയിൻ. ഒരു പ്രശ്നമില്ലായിരുന്നേ. അൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ട്, ഇച്ചിരി ഒരു റിട്ടാർഡിങ്ങാണ്. ഇച്ചിരി ഞാൻ സാധാരണ പറയാറ് ഇങ്ങനെയാണ്, അൺലോഡിങ്ങിൻ്റെ സമയത്ത് ഈവൻ ഇറ്റ് ഈസ് ഫോർ 12 പാസ്കൽ അത് 0.3 തന്നെ ഉണ്ട്. ആ വാല്യൂ കുറയുന്നില്ല. സ്ട്രെയിനിന് ഒരു ചെറിയൊരു റിട്ടാർഡേഷൻ ഉണ്ട്, ഒരു ചെറിയൊരു ലാഗിങ് ഉണ്ട് അല്ലേ? ആ ലാഗിങ്ങിന് വിളിക്കുന്ന പേരാ ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റ്. ലോഡ് ചെയ്യുമ്പോൾ അതേ വാല്യൂ തന്നെ അൺലോഡ് ചെയ്യണമെന്നില്ല. അതിൻ്റെ കോൺസിക്വൻസ് ഒന്ന് പറഞ്ഞു തരാവേ. ലിസൺ, അപ്പോൾ എന്തായാലും നമ്മൾ 12 പാസ്കലിൽ ഇങ്ങനെയാണ്. ഇനി 8 പാസ്കൽ നോക്കൂ, 8 പാസ്കലും കംസ് ഫ്രം 0.25ൻ്റെയും 0.3ൻ്റെ ഇടയ്ക്ക് 0.275. നേരത്തെ തന്നെ 0.1 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈവൻ ലിസൺ, അത് സ്ട്രെസ് 0 ആക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആണല്ലോ, സ്ട്രെയിനും 0 ആവും, ഒറിജിനൽ ഷേപ്പിക്ക് റീഗെയിൻ ചെയ്യും. ബട്ട് ലിസൺ, പോയ വാല്യൂ പോലും ഒന്നല്ല ഈ കഥ അല്ലേ? 8ന് നേരത്തെ 0.1 ഉള്ളൂ, ഇനിയിപ്പോൾ 8ന് ഏകദേശം 0.275 ഉണ്ട്. ഇപ്പോൾ ലോഡിങ്ങും അൺലോഡിങ്ങും രണ്ട് വാല്യൂ അല്ലേ? രണ്ട് വാല്യൂ. ഈ ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാ ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റ്. വാട്ട് ഇസ് ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റ്? ഡെഫിനേഷൻ കേൾക്കണേ മക്കളെ, എഴുതിയേക്കണേ. ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഇൻ വിച്ച് ദർ വിൽ ബി എ ലാഗിങ് ഓഫ് ദി ഡിഫോർമേഷൻ
ലാഗിങ് ഓഫ് ദി ഡിഫോർമേഷൻ ഡ്യൂറിങ് ദി അൺലോഡിങ്. അൺലോഡ് ചെയ്യുന്ന സമയത്ത്, സ്ട്രെസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഡിഫോർമേഷന് ചെറിയൊരു ലാഗിങ് ഉണ്ട്. ശരിക്കും ലാഗിങ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് വന്നേനെ മക്കളെ? 14-ൽ 0.3, 12-ൽ പോയപ്പോഴും വന്നപ്പോഴും 0.25, അതേ വഴി തന്നെ പിന്തുടർന്നേനെ, അതേ വഴി തന്നെ അത് ഫോളോ ചെയ്തേനെ. 8 പാസ്കൽ 0.1 തന്നെ വന്നേനെ. പക്ഷെ അങ്ങനെയല്ല. ദർ വിൽ ബി എ സ്മോൾ ലാഗിങ് ആൻഡ് ദാറ്റ് ലാഗിങ് ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റ്. Okay, and that is known as elastic after effect. What is elastic hysteresis? ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞാണ്ടല്ലോ അത് ലാഗിങ് ബിഹൈൻഡ് എന്നുള്ള അർത്ഥം. അതായത് ലോഡിങ്ങും അൺലോഡിങ്ങും ഒരുപോലെയല്ല. ദ അൺലോഡിങ് പ്രൊസീജിയർ, അൺലോഡിങ് ഈസ് ലാഗിങ്, അൺലോഡിങ് ഇച്ചിരി ലാഗിങ് എന്ന് പറയുന്ന വേർഡാണ് ഹിസ്റ്റെറിസിസ്. ഓക്കെ, അതായത് ഒരു ഒബ്ജക്റ്റിൽ എത്ര സ്ട്രെസ് കൊടുത്താലാണോ സ്ട്രെയിൻ വരിക, കറസ്പോണ്ടിങ് സ്ട്രെയിൻ വരിക എന്നുള്ളത് ആ ഒബ്ജക്റ്റിൻ്റെ ഹിസ്റ്ററി, ലോഡിങ് ആണോ അൺലോഡിങ് ആണോ എന്നുള്ള ആ ഹിസ്റ്ററിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോക്കൂ, അപ്പോൾ 8 പാസ്കലിൽ എത്രയാ സ്ട്രെയിൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ലോഡ് ചെയ്യുവാണെങ്കിൽ 0.1 ആ, അൺലോഡ് ചെയ്യുവാണെങ്കിൽ ഇതാ ഈ 0.275 ആ. അപ്പോൾ അതിന് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ്. ഹിസ്റ്ററിസ് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഹിസ്റ്ററി എന്നല്ല കേട്ടോ കുട്ടികളെ, ലാഗിങ് ബിഹൈൻഡ് എന്നാണ്. ഓർത്ത് വെക്കുക. വാട്ട് ഇസ് ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റ്, ഇലാസ്റ്റിക് ഹിസ്റ്ററി തന്നെ ലിങ്ക് ചെയ്ത് കിടക്കുക. നോക്കൂ, ഇപ്പം നമ്മളൊരു വയർ സ്ട്രെച്ച് ചെയ്തു. ഓക്കെ, സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഡിഫോർമേഷൻ 0 ആവും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഗ്രാഫ് ഒന്ന് ക്ലിയർ ചെയ്യുന്നേ. ഇതാ ഈ ഉള്ളിലെ ഷെയ്ഡ് ചെയ്ത ഭാഗമുണ്ടല്ലോ, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തോളം ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് എനർജി ലോസാണ്. നിങ്ങൾ ഒരു അലൂമിനിയം വയർ, അല്ലെങ്കിൽ അയൺ വയർ അല്ലെങ്കിൽ സ്റ്റീൽ വയർ എടുത്താൽ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ദി അലൂമിനിയം വയർ. ഒരു അലൂമിനിയം വയർ എടുത്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ സ്ട്രെച്ച് ഒന്ന് ബെൻഡ് ചെയ്യണു, ഒന്ന് ബെൻഡ് ചെയ്തു, റിലാക്സ് ഉണ്ടാവും, നേരെയാക്കി സ്ട്രെയിറ്റ് ആക്കി ബെൻഡ് ചെയ്തു. നിങ്ങൾ കുറച്ച് വേണം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തൊട്ട് നോക്കിയിട്ടുണ്ടോ? സം ഹീറ്റ് ഈസ് ഡെവലപ്ഡ്, കുറച്ച് ഹീറ്റ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ആ ഹീറ്റ് ലോസ്, അത് ഹീറ്റ് ലോസായി പോവാ. ദാറ്റ് ഹീറ്റ് ലോസ് ഈസ് ഗിവൺ ബൈ ദിസ് ഏരിയ. ലോഡ് ചെയ്യുന്ന സമയത്തും ബെൻഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ അൺലോഡ് ചെയ്യുന്ന സമയത്തും, ദാറ്റ് ഈസ് നമ്മൾ നേരെയാക്കുന്ന സമയത്തും അവിടെ കുറച്ച് എനർജി ഹീറ്റായിട്ട് ലോസ് ആവുന്നു. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ഹിസ്റ്റെറിസിസ്. അപ്പോൾ 2 വേർഡുകൾ ഓർത്ത് വെക്കാം. വാട്ട് ഈസ് ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റ്? ദർ വിൽ ബി എ ലാഗിങ് ഡ്യൂറിങ് ദ അൺലോഡിങ്. അൺലോഡിങ്ങിൻ്റെ സമയത്ത് ദർ വിൽ ബി എ ലാഗിങ്. ഓക്കെ, ഗ്രാഫ് വരച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു ടേം കൂടെ ഉണ്ട്, ഇലാസ്റ്റോമസ്. ഇലാസ്റ്റോമസിന് എക്സാമ്പിൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ, സ്ട്രെസ്സാണ്, ആൻഡ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് ഈസ് സംവാട്ട് ലൈക്ക് ദിസ്. ചെറിയ സ്ട്രെസ്സിനും വലിയ സ്ട്രെയിൻ, നല്ലോണം വലിയുന്ന മെറ്റീരിയലുകളിൽ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റോമസ്. ഫോർ എക്സാമ്പിൾ റബ്ബർ. ഓർക്കുക, റബ്ബർ ഈസ് നോട്ട് ഒബേയിങ് ദ ഹുക്സ് ലോ. സ്ട്രൈറ്റ് ലൈനാ? നോ. ബട്ട് ചെറിയ സ്ട്രെസ്സിന് നല്ലോണം വാട്ട് ഇറ്റ് ഈസ് എന്താവും, അത് സ്ട്രെച്ച് ആവും. അത്തരം മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാ elastomers. The term is elastomers. They are materials which elongates, which produces more strain, more deformation even with a small stress. Okay, and examples are rubber, നമ്മുടെ അയോട്ടയുടെ മസിൽസ്. ഓക്കെ, they are also examples for these elastomers. Therefore നമ്മൾ ഏകദേശം നമ്മുടെ യങ്സ് മോഡൽസ് എന്നുള്ള പ്രോപ്പർട്ടീസ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ ലെങ്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വരുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിക്, യങ്സ് മോഡൽസ് വരുന്ന പല കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ ലെങ്ത് മാറുന്ന കേസിലെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ്. ലെങ്ത് മാറുന്ന കഴിഞ്ഞാൽ പിന്നെ ആരാ മാറുക? വോളിയമാണ് മാറുക. അതിൻ്റെ കേസിൽ വരുന്ന ബൾക്ക് മോഡൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, ഐ ഓൾറെഡി ടോൾഡ് യു നമുക്ക് വോളിയം മാറണമെങ്കിൽ നമ്മൾ സർഫസിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നോർമലായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? സ്ട്രെസ് കൊടുക്കുക. അപ്പോൾ വിതൗട്ട് എനി ചേഞ്ച് ഇൻ ദ ഷേപ്പിൽ മാറ്റം വരാതെ അതിനെന്ത് മാറുന്നു? വോളിയം മാറുന്ന കേസാണ്. അപ്പോൾ ഞാനിവിടെ ബൾക്ക് മോഡൽസിൻ്റെ ബേസിക് ഡെഫിനിഷൻ വെച്ച് എഴുതുവാണ്. Therefore I am writing the bulk stress or the volume stress is proportional to the corresponding strain. Here I am marking the volume strain as bulk strain, and the proportionality constant here it is, that is I am rewriting it, bulk stress is equal to a constant that is known as bulk modulus. ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടതാ. ബൾക്ക് മോഡുലസിൻ്റെ സിമ്പിൾ B എന്നാണ് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ചില ബുക്കുകളിൽ നിങ്ങൾക്കത് ബിക്ക് പകരം ക്യാപിറ്റൽ K കൂടെ കാണാം കേട്ടോ. ക്യാപിറ്റൽ K കൂടെ കാണാം. ഓർത്ത് വെക്കുക, ദിസ് ഈസ് യുവർ ബൾക്ക് മോഡ്. നമ്മൾ NCERT സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബൾക്ക് മോഡുലസ് ഇൻറ്റു ബൾക്ക് സ്ട്രെയിൻ.
Okay, listen. Then what is the equation for the bulk modulus? Bulk modulus equation എന്താണെന്ന് what is B? B is equal to bulk stress divided by bulk strain. Bulk stress divided by bulk strain. What is this equation of bulk stress? വോളിയം മാറ്റണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോർമലായിട്ട് ഫോഴ്സ് വരണം. നോർമലായിട്ട് വരുന്ന ഫോഴ്സിനെ വിളിക്കുന്നത് thrust. ഫോഴ്സ് പെർ ഏരിയ, ത്രസ്റ്റ് പെർ ഏരിയ, എന്താ പേര്? പ്രഷറാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡെൽറ്റ പി പ്രഷറിൻ്റെ ചേഞ്ചിനനുസരിച്ചായിരിക്കും മക്കളെ ഡെൽറ്റ പി എന്നാണ് സ്ട്രെസ്സിന് കൊടുക്കുക. നോക്കൂ, വാട്ട് ഇസ് ബൾക്ക് മോഡുലസ്? ബൾക്ക് സ്ട്രെസ് ഡിവൈഡ് ബൈ ബൾക്ക് സ്ട്രെയിൻ. വാട്ട് ഇസ് ബൾക്ക് സ്ട്രെസ്? ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ബൾക്ക് സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്ന് മക്കൾക്കറിയാം. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. Listen, we'll put a negative sign here. ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. ഇന്ത്യ നെഗറ്റീവ് സൈൻ ഇടുന്ന എന്താ കാര്യം എന്താ അറിയോ? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയിൽസ് ഓർത്ത് വെക്കടാ. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുക. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും. ഒരാൾ ഇൻക്രീസ് ചെയ്യും, മറ്റൊരാൾ ഡിക്രീസ് ചെയ്യുക. ആ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ് സൈനോടെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. Therefore, last equation is somewhat important for you. That is bulk modulus is equal to minus ഉണ്ട്. ഈ വി മുകളിലോട്ട് കയറട്ടെ. വി ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. ദിസ് വിൽ ബി ദ ഇക്വേഷൻ ഫോർ ദി ബൾക്ക് മോഡുലസ്. യൂണിറ്റ് പറഞ്ഞു നമ്മൾ യങ്സ് മോഡുലസ് പോലെ റിജിഡിറ്റി മോഡുലസ് പോലെ അതും പാസ്കൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ലിസൺ, ദിസ് ഇസ് ദ ബേസിക് ഡെഫിനിഷൻ ഫോർ ദി ബൾക്ക് മോഡുലസ്. ഈ ഒരു കാര്യം കൂടെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അനദർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു എച്ച് ഹൈറ്റുള്ള ഒരു ലിക്വിഡ് കോളം. കൺസിഡർ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി റോ ആൻഡ് ഡെൻസിറ്റി. അതിൻ്റെ എച്ച് അല്ലെങ്കിൽ ഡെപ്ത് താഴത്തുള്ള പ്രഷർ എത്രയും ചോദിക്കും. അതിന് പേര് ഗേജ് പ്രഷർ എന്നൊക്കെ വിളിക്കുക. ദാറ്റ് ചേഞ്ച് ഇൻ പ്രഷർ വിൽ ബി ഗിവൺ ബൈ ആ ഇക്വേഷൻ. മക്കൾക്ക് ഈ ചാപ്റ്ററിലെ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇവിടുത്തെ ചേഞ്ച് ഇൻ പ്രഷർ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി. മക്കളെ പ്രഷർ പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ഫോഴ്സിന് പകരം എം ജി കൊടുക്കും, മാസ് ഇൻറ്റു ജി കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നുമില്ല. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന വെയിറ്റ് ആടാ. വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? എം ജി ബൈ എ. മാസിനെ നമുക്ക് എങ്ങനെ മാറ്റാം മക്കളെ? പ്രഷറിൻ്റെ ഇക്വേഷൻ എഴുതാട്ടോ. മാസിനെ എങ്ങനെയാണ് മാറ്റുക? മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയത്തിന് എന്ത് കൊടുക്കും നമ്മൾ? അതിൻ്റെ ലെങ്ത് ഓർ ഹൈറ്റ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നോക്കൂ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഈസ് മാസ് ആണ്, ഇൻറ്റു ജി ഉണ്ട്, താഴത്ത് എ ഉണ്ട്, കട്ട് ചെയ്ത് പോകുന്നു. യു ആർ സപ്പോസ് ടു ഗെറ്റ് ദ ഇക്വേഷൻ എച്ച് റോ ജി. അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്ന ഇക്വേഷൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ ഡെൽറ്റ പിക്ക് പകരം നിങ്ങൾക്ക് എച്ച് റോ ജി കൊടുക്കാം. വെൻ റബ്ബർ ബോൾ, ഇൻസ്റ്റലിലെ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. വെൻ എ റബ്ബർ ബോൾ ഈസ് ടേക്കൺ ഇൻ ടു ഡെപ്ത് എച്ച്, വാട്ട് അബൌട്ട് ദ ചേഞ്ച് ഇൻ പ്രഷർ? നോ ഡൗട്ട് the equation for the change in pressure is H rho g. What is H? The depth, the height of the liquid column. What is rho? Density of the liquid, and g is the acceleration due to gravity at the place. Okay, and this is the equation. And another term you want to familiarize is the compressibility. Compressibility is a term which is equal to the reciprocal of the bulk modulus. ആ വേർഡ് ഒന്ന് പറയാവേ, ഞാൻ ഒരു കാര്യം പറയാവേ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റബ്ബർ ആണോ സ്റ്റീൽ ആണോ മോർ ഇലാസ്റ്റിക്? ഓഫ് കോഴ്സ് ജനറൽ സെൻസിൽ റബ്ബർ ആണെങ്കിലും സ്ട്രെച്ചബിലിറ്റി നോക്കുന്ന സമയത്ത് റബ്ബർ ആണെങ്കിലും നമ്മൾ ഫിസിക്സിൽ ഡിഫൈൻ ചെയ്തത് ആ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള കഴിവാണ്. ദെർഫോർ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കൺക്ലൂഷൻ വരുമ്പോൾ, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മോർ സ്ട്രെച്ചബിൾ ഇറ്റ് വിൽ ബി ലെസ് ഇലാസ്റ്റിക് ഇൻ ഫിസിക്സ്. If a rod like steel is less stretchable now, therefore it will be more elastic in physics. Similarly, in the case of the change in volume, if a medium is more compressible ആണ്, നല്ലോണം കംപ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ it is less elastic, bulk modulus കുറവായിരിക്കും. It is less compressible ആണെങ്കിലോ it is more elastic, bulk modulus larger ആയിരിക്കും. അപ്പോൾ സോളിഡിനായിരിക്കുമോ ഗ്യാസിനായിരിക്കുമോ മോർ ബൾക്ക് മോഡുലസ് ഉണ്ടായിരിക്കുക? Of course, for the solids are less compressible, having more bulk modulus. മക്കളെ, അപ്പോൾ ഈ ബൾക്ക് മോഡുലസും കംപ്രസിബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, യങ്സ് മോഡുലസും സ്ട്രെച്ചബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഈ ടേമിനൊന്ന് പരിചയപ്പെടണേ. വാട്ട് ഈസ് കംപ്രസിബിലിറ്റി? കംപ്രസിബിലിറ്റിയുടെ NCERTയിലെ സിമ്പിൾ കെ ആ, സ്മോൾ ലെറ്റർ കെ ആണേ. നോക്കണേ, തെറ്റിപ്പോണ്ട. NCERTയിൽ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബി ആണ്. K is equal to compressibility, K is equal to 1 by B, reciprocal of the bulk modulus. Equation വെച്ച് നമുക്ക് മാറ്റാം.
നോക്കൂ, അപ്പോൾ ഇതിൽ സ്മോൾ ലെറ്റർ കെ ആണ് കംപ്രസിബിലിറ്റിക്ക് എൻ സി ആർട്ടിൽ ഉപയോഗിക്കുന്നത്. ചില ബുക്കിൽ ബൾക്ക് മോഡുലസ് സിംപ്ലി ക്യാപിറ്റൽ ലെറ്റർ കെ ആണ്, അവിടെ അവർ ഉപയോഗിക്കുക സി ആണ്, കംപ്രസിബിലിറ്റിക്ക് സി ആണ് ഉപയോഗിക്കുക. അവർ ദേ ക്യാൻ റൈറ്റ് കംപ്രസിബിലിറ്റി ഈസ് ഈക്വൽ ടു 1/K. ദിസ് ഈസ് എ ബൾക്ക് മോഡുലസ്. മാറരുതേ, ഇത് ബൾക്ക് മോഡുലസ് ആണ്, ഇത് കംപ്രസിബിലിറ്റിയാണ്. എൻ്റെ എൻ സി ആർട്ടിലെ സിമ്പിൾ അനുസരിച്ചാണെങ്കിൽ ഇത് ബൾക്ക് മോഡുലസ് ആണ്, ഇതാണ് കംപ്രസിബിലിറ്റി. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ എൻ സി ആർട്ടിലെ കാര്യങ്ങൾ മാത്രം പറയുന്നു, വാട്ട് ഇസ് കംപ്രസിബിലിറ്റി എന്നുള്ളത്. ഓക്കെ, ലിസൺ. ആൻഡ് ഫോർ ഗ്യാസസ്, നമ്മുടെ ചാപ്റ്റർ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണെങ്കിലും ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ തെർമോഡൈനാമിക്സ് പറഞ്ഞ ചാപ്റ്ററിലൊക്കെ പറയും. ഗ്യാസിൻ്റെ കേസിൽ ഈ പറയുന്ന ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ, നമ്മൾ ഈ ബൾക്ക് മോഡുലസ് എവിടെയാണ് പഠിക്കുന്നതെങ്കിലും തെർമോഡൈനാമിക്സിൽ അതിൻ്റെ ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സുകളുണ്ട്. ഐസോതെർമൽ ബൾക്ക് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ അഡിയബാറ്റിക് എന്ന് പറഞ്ഞ പ്രോസസ്സുകൾ, അതിലെ ബൾക്ക് മോഡുലസും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡെറിവേഷൻ മക്കൾ പഠിക്കുക തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന 12th ചാപ്റ്ററിലാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കിടക്കുന്നത് 15th ചാപ്റ്റർ വേവ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. ആൻഡ് ഫോർ ഗ്യാസസിൻ്റെ കേസിൽ ഐസോതെർമൽ ബൾക്ക് മോഡുലസ്, ബി നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ISO സ്റ്റാൻഡ്സ് ഫോർ ഐസോതെർമൽ ബൾക്ക് മോഡുലസ് ഫോർ ഗ്യാസസ് ഈസ് ഈക്വൽ ടു ദെയർ എക്സ്പ്രഷൻ, ഗ്യാസിൻ്റെ പ്രഷറിന് ഈക്വൽ. സിമിലർലി ലിസൺ, ദെയർ അഡിയബാറ്റിക് ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു ഗാമ ടൈംസ് പ്രഷർ. ഗാമ എന്നുള്ളത് മക്കൾ പഠിക്കും. ഗാമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു CP/CV. സാധാരണ ഡയാറ്റോമിക് മോളിക്യൂൾസിന്, ഡയാറ്റോമിക് ഗ്യാസിന് ഗാമയുടെ വാല്യൂ വരിക 1.4 എന്നൊക്കെയാണ് വരിക. ഓക്കെ, നമ്മളത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിക്കും. ജസ്റ്റ് ഞാനൊരു അവിടെ ബൾക്ക് മോഡുലസ് ഉള്ളത് കൊണ്ട് നമ്മൾ സൂചന തന്നു മാത്രമേ ഉള്ളൂ. ഫോർ ഗ്യാസസ് ദ ഐസോതെർമൽ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു ദ പ്രഷർ, ദ അഡിയബാറ്റിക് ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു ഗാമ ടൈംസ് പ്രഷർ. ഈ ടേമെല്ലാം നമ്മുടെ ന്യൂട്ടൻ്റെ ഇക്വേഷനിലൊക്കെ ചില കറക്ഷനൊക്കെ വരുത്തുന്ന നമ്മൾ 15th ചാപ്റ്ററിൽ ഉപയോഗിക്കും. നമുക്ക് അറിഞ്ഞു വെക്കാമെന്ന് മാത്രമേ ഞാൻ ബൾക്ക് മോഡുലസ് ഉള്ള ഒരു വാല്യൂ ഉള്ളത് കൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് യങ്സ് മോഡുലസുമായി ബന്ധപ്പെട്ട തെർമൽ സ്ട്രെസ്സും തെർമൽ സ്ട്രെയിനും അല്ലേ. തെർമൽ സ്ട്രെയിൻ പറഞ്ഞു ആൽഫ ഡെൽറ്റ ടി അല്ലേ. തെർമൽ സ്ട്രെസ് പറഞ്ഞു Y ആൽഫ ഡെൽറ്റ ടി. കറസ്പോണ്ടിങ് ഫോഴ്സ് പറഞ്ഞു YA ആൽഫ ഡെൽറ്റ ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഗ്രാഫാണ് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ എ വയർ അല്ലേ. OA ഹുക്സ് ലോ വാലിഡാ. അതുപോലെ ഇറ്റ് ഷോസ് ദ ഇലാസ്റ്റിസിറ്റി. AB ഹുക്സ് ലോ ഇസ് നോട്ട് വാലിഡ് ബട്ട് ഷോസ് ദ പ്രോബബിൾ ഇലാസ്റ്റിസിറ്റി. ബാക്കി ഭാഗം പ്ലാസ്റ്റിക്കാ, ഹുക്സ് ലോയും വാലിഡ് അല്ല, അതുപോലെ ഇലാസ്റ്റിക് നേച്ചറും കാണിക്കുന്നില്ല. അതിൻ്റെ നമ്മൾ കുറച്ച് ടേംസ് പരിചയപ്പെട്ടു. അതിൽ ഇലാസ്റ്റിക് ആഫ്റ്റർ ഇഫക്റ്റ്, ഇലാസ്റ്റിക് ഫാറ്റീഗ്, ഇലാസ്റ്റിക് ഹിസ്റ്റർസ്, ടെക്നിക്കൽ ടേംസ് ഒന്നും മക്കൾ പരിചയപ്പെടണം. ആൻഡ് ആഫ്റ്റർ വിച്ച് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ബൾക്ക് മോഡുലസ്. ഓക്കെ, ഇനി ബൾക്ക് മോഡുലസുമായി ബന്ധപ്പെട്ട ആകെ 2 എക്സ്ട്രാ പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ഒന്ന് കംപ്രസിബിലിറ്റിയാണ് ഡിസ്കസ് ചെയ്തത്, റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്, ആസ് വെൽ ആസ് for gases I have given the value of isothermal bulk modulus as well as the adiabatic bulk modulus. Okay, in the next session we will discuss about the much more 1 or 2 extra points regarding the bulk modulus as well as the third modulus of elasticity which is related to the change in shape, that is rigidity modulus or shear modulus. അതിനെക്കുറിച്ച് പറയും. അപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്ന 2-3 പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കും. Thank you.